ഖലീഫ മൂവി ഉണ്ട്. സംഭവം കൊള്ളാം. സ്റ്റോറി വൈസ് ഒരു ക്ലീശ പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷെ കണ്ടിരിക്കാം. നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല. വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സ്ഥിരം മേക്കിംഗ് നിന്ന് മാറി കുറച്ച് ഇന്റർനാഷണൽ ടച്ച് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, പുള്ളി അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏജ് കൂടിക്കൂടി പോയാലും അതിൻ്റെ ഒന്നും പ്രശ്നം പുള്ളിക്കില്ല. ലുക്കാണെങ്കിൽ അതുക്കും മേലെ. ഓരോ ഏജ് കൂടുന്തോറും പുള്ളി ലുക്ക് കൂടിക്കൂടി വരികയാണ്. നമുക്കൊരു ഫ്രെയിമിൽ പുള്ളിയെ കാണുമ്പോൾ ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെന്നില്ല. അത് ഫൈറ്റ് ചെയ്യുന്നതിന് വേറൊരു സ്റ്റൈല് തന്നെ വേണം. എന്നാലേ അത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമുക്ക് ആ ഒരു അടിക്കുമ്പോൾ അത് തോന്നണം. അത് മലയാളത്തിൽ കുറച്ച് ആക്ടേഴ്സിന് ആ സാധനം കിട്ടിയിട്ടുള്ളൂ. പൃഥ്വിരാജ് അതിലൊരു ബെസ്റ്റാണ്. പിന്നെ എനിക്ക് തോന്നിയത് ബി ജി എം നല്ലൊരു അടിപൊളി സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ. പക്ഷെ അത് ഒരുപാട് തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പോലെ തോന്നും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ബി ജി എം വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ ബി ജി എം മാത്രം വെച്ചിട്ട് കുറെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡി സി കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് ആവാം. ഇപ്പം അതാണല്ലോ ഇൻസ്റ്റയിലും എല്ലായിടത്തും ഡി സിയിൽ ഒരു പരപ്പിന് ബി ജി എം ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ആക്ഷൻ പടം കാണാൻ പോകുമ്പോൾ ഉണ്ടാവുക. മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും പടത്തിനെ ബാധിക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പടത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. ഒരു എൻ്റർടൈനറാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ചെന്നിരുന്ന് കാണാം. ഭയങ്കര ബ്രൂട്ടൽ വയലൻസ് കാണിച്ചിട്ട് ബ്ലഡ് വായി എറിയുന്ന പരിപാടിയൊന്നുമല്ല. ഭയങ്കരമായ പുതുമയൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും പോകണ്ട. അതൊരു ആക്ഷൻ പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ സ്ക്രീൻ പ്ലേ ആണ് കിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ഒരു ഒഴുക്കൊക്കെ പിടികിട്ടും. പിന്നെ അവസാനം വരുന്ന ക്യാമിയോ നമ്മുടെ ലാലേട്ടനാണെന്ന് മുന്നേ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി അത് സ്പോയിലറൊന്നുമല്ല. ലാലേട്ടൻ്റെ ക്യാരക്ടർ പ്രസന്റ് ചെയ്തൊക്കെ നന്നായിട്ടുണ്ട്. പുള്ളി കൊണ്ടുവന്ന് അലമ്പാക്കി വിട്ടിട്ടില്ല. ചില പടങ്ങളിലൊക്കെ ക്യാമിയോ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമിയോ എന്ന് തോന്നിപ്പിക്കാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കറക്റ്റ് ട്രാക്കിൽ തന്നെ കൊണ്ടുവന്നിട്ടാണ് ക്യാമിയോനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ മാത്രമല്ല, വേറെയും ക്യാമിയോ ഉണ്ട്. അത് പിന്നെ പറയുന്നില്ല. അതൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ പടം കൊള്ളാം. കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈനറാണ്. നല്ലൊരു ആക്ഷൻ പടമാണ്. ഓവറായിട്ട് നെഗറ്റീവ് പറയാനുമില്ല, ഓവറായിട്ട് വലിയ സംഭവം എന്ന് പറയാനുമില്ല. ഒരു മിഡിലിൽ പിടിക്കാം നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആരും ഓവറായിട്ട് പലരുടെയും റിവ്യൂ ഒക്കെ കണ്ട് പല തരത്തിലുള്ള അഭിപ്രായം കേട്ട് കൺഫ്യൂഷൻ ആയിട്ടൊന്നും സിനിമയ്ക്ക് വരുത്. പലരും പലതും പറയും. ഓരോരുത്തരുടെ അവരവരുടെ റിവ്യൂ പറയുന്നത് അവരവരുടെ പേഴ്സ്പെക്റ്റീവും അവരവരുടെ ടേസ്റ്റും വെച്ചിട്ടാണ്. ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും സിനിമയെ കാണുന്നത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. സോ നിങ്ങൾ എന്തായാലും പടം കാണണം. റിവ്യൂ കേട്ടിട്ട് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഈ റിവ്യൂകളൊന്നും. അത് എൻ്റെ മാത്രമല്ല, ആരുടെയും റിവ്യൂ അങ്ങനെ എടുക്കരുത്. എല്ലാ റിവ്യൂവും കാണുക, ജസ്റ്റ് ഓരോരുത്തർക്ക് ഇങ്ങനെയാണ് അഭിപ്രായം എന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. അല്ലാതെ നിങ്ങൾ പടം കാണാനുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് ഒരിക്കലും റിവ്യൂവിനെ കാണരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവുന്നത് ചിലപ്പോൾ നല്ലൊരു പടമായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ പടം വന്നിരിക്കുന്നതെങ്കിൽ വേറൊരാൾ പറയുന്നത് കാരണം ആ എക്സ്പീരിയൻസ് മിസ്സാവരുത്. അത് ഏത് പടം കാണുമ്പോഴും ഞാൻ അങ്ങനെ ഓഡിയൻസിനോട് പറയും. കാരണം നമ്മുടെ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല വേറൊരാൾക്ക്. എനിക്കിപ്പോൾ ബ്രൂട്ടൽ വയലൻസ് ഭയങ്കര ഇഷ്ടമാണെന്ന് കരുതി അതെല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് ഇല്ലല്ലോ. ചിലർക്ക് ഓവർ ചോരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വെറുപ്പിക്കലാന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് റൊമാൻസ് പല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ ജോണറിലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പലർക്കും. അതുകൊണ്ട് എന്തായാലും പടം കാണുക, ഒരു സിനിമയും മിസ്സാക്കരുത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയേക്കാം. സോ ഖലീഫ കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടട്ടെ. താങ്ക് യു ഗൈസ്.